എത്ര കഷ്ടപ്പെട്ടും എന്താ എൻ്റെ കയ്യിൽ മാത്രം പണം നിൽക്കാത്തത് എന്നെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ പണം കയ്യിൽ നിൽക്കാത്തത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്താഗതി കൊണ്ട് മാത്രമാണ്. അത് ചെറുതായിട്ടൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ധാരാളം പണം നിൽക്കും. എന്താണെന്ന് നോക്കാം. നമ്മുടെ മനസ്സിൽ കുറേയധികം തെറ്റായ വിശ്വാസങ്ങളുണ്ട്. ഈ പണക്കാരെല്ലാം ഈ തെറ്റായ മാർഗങ്ങളിലൊക്കെയാണ് ഈ പണം സമ്പാദിക്കുന്നത്. പണം കുമിഞ്ഞു കൂടുതൽ പാവമാണ്, നമുക്കത് കൂടുതൽ സങ്കടങ്ങളാണ് വരുത്തുന്നത്. അതുപോലെ നമ്മൾ പണം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് കൂട്ടിയാൽ കൂടില്ല, അതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ? അതുപോലൊക്കെ തന്നെ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചധികം വിലയുള്ള സാധനങ്ങൾ കാണുവാണെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല, എനിക്കിതിനൊന്നും പറ്റത്തില്ല, നമുക്കിത് പണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണുള്ളതെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ആ സാധനത്തെ നോക്കി ഇതെനിക്ക് ആവശ്യപ്പെട്ടതാണ്, ഇതെനിക്ക് അത്യാവശ്യമാണ്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ്, ഞാനിത് വാങ്ങാനുള്ള പണം ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് നമ്മൾ മാറ്റി ചിന്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജനനം മുതൽ നമ്മൾ ഇന്ന് വരെ ധാരാളം പണം നമുക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? പല ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പം അതിൽ ഓരോ രൂപയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറയാം. അപ്പോൾ ഇങ്ങനെ നന്ദി പറയാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ മിറക്കിൾ തന്നെ സംഭവിക്കും. കൂടുതൽ കൂടുതൽ പണം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. കാരണം എന്താ, നമ്മൾ നന്ദിയോടെയാണ് പണത്തെ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.